ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് 104 വർഷം പഴക്കമുള്ള 921 ആരംഭിച്ച തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അതിന് തൊട്ടടുത്തൊരു എക്സ്റ്റൻഡഡ് പ്ലാറ്റ്ഫോം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്നും 100 മീറ്റർ അകലെയാണ് നമ്മുടെ പ്രൊപ്പോസ്ഡ് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് പാത കടന്നു പോകുന്നത്. ആ പാതയുമായി ബന്ധപ്പെട്ട് തൂരിലെ ജനങ്ങൾ ഇന്നെല്ലാവരും ഒരു പ്രക്ഷോഭത്തിൻ്റെ പോർമുഖത്താണ്. ഈ പാത കടന്നു പോകുമ്പോൾ തൂരിലിൻ്റെ ഹൃദയഭാഗത്തൂടെ കടന്നു പോകുന്ന SH39 എന്ന സ്റ്റേറ്റ് ഹൈവേയും ഈ തൂർ റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം തന്നെ തൂർ പട്ടണവും അനാഥമാകുകയാണ്, ഒരു ഐലൻഡായി മാറുകയാണ്. തൂരിൻ്റെ വികസനത്തെ ശക്തമായി ബാധിക്കുന്ന തരത്തിൽ ഒരു ഉയർന്ന എലിവേറ്റഡ് ഹൈവേ കടന്നു പോവുകയാണ്. അപ്പോൾ തൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഐലൻഡിൽ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാ പ്രാദേശിക ചിന്തകൾക്കും അതീതമായി എല്ലാവരും ഒന്നിച്ചൊന്നായി അണിചേർന്നിരിക്കുകയാണ്. ഏത് വിധത്തിലായാലും നമുക്ക് എക്സിറ്റ് എൻട്രി കിട്ടിയിരിക്കണം. അതുകൊണ്ട് അധികാരികളോട് പറയാനുള്ളത്, ഏതെല്ലാം റീസൺ ഉണ്ടായി ഇതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നതിലുപരി എങ്ങനെ ഇത് തരാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് തൂരുകാരുടെ വികാരമാണ്, ഇവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും തൂരുകാർക്ക് ഇത് ലഭിച്ചിരിക്കണം. ഇത് ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.